ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു വേൾഡ് കപ്പ് അർഹിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. അത് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിവതും ചെയ്യണം. പോർച്ചുഗലിലെ സഹതാരം റൊണാൾഡോയുടെ സഹതാരം ഫെലിക്സാണ് ഈ ഒരു അഭിപ്രായമായിട്ട് വന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേൾഡ് കപ്പ് നേടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിവതും ചെയ്യണമെന്ന് സഹതാരങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതുപോലെ റൊണാൾഡോയുടെ ഒരു സ്വപ്നമാണ് വേൾഡ് കപ്പ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ റൊണാൾഡോ വരുന്നതിന് മുമ്പ് യൂറോ കപ്പ് പോർച്ചുഗൽ നേടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ അത് നേടി. ഇനി ലോകകപ്പ് കൂടി നേടിയാൽ ലോകത്തെ ഏറ്റവും മികച്ച 2 ട്രോഫികൾ നേടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. വേൾഡ് കപ്പും ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയിട്ട് അദ്ദേഹത്തിൻ്റെ കരിയറും ബെറ്ററായിട്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ഇത് പറഞ്ഞിട്ടുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ്. അതുപോലെ തന്നെ സ്കൊളാരിയുടെ അഭിപ്രായം റൊണാൾഡോ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അതിനു വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണം. റൊണാൾഡോക്ക് ഇപ്പോഴും വേൾഡ് കപ്പിന് സംഭാവന നൽകാൻ കഴിയും. സ്കൊളാരിയുടെ അഭിപ്രായം. 2-3 ആളുകൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെയും വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരിക്കുകയാണ്. റൊണാൾഡോ ടു വേൾഡ് കപ്പ്, അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ അവസാന ഘട്ടത്തിൽ ആ വേൾഡ് കപ്പ് കൂടി എത്തിക്കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഫുട്ബോളർ മീൻസ് വേൾഡ് കപ്പ് ലോകത്തെ ഏറ്റവും മികച്ച ടൂർണമെൻ്റാണ്, അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ മികച്ച ടൂർണമെൻ്റാണ്. ആ ഒരു ട്രോഫി കൂടി എത്തിക്കഴിഞ്ഞാൽ ലയണൽ മെസ്സിയുടെ കരിയറുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ലയണൽ മെസ്സിക്ക് കിട്ടിയ ഒരു പ്രോത്സാഹനം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നേട്ടം ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സ്വന്തമായി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് പരിശ്രമിച്ചാൽ മാത്രമേ റൊണാൾഡോക്ക് വേൾഡ് കപ്പ് നേടാൻ കഴിയൂ എന്നുള്ളതാണ് ഇവരുടെയൊക്കെ അഭിപ്രായം, സഹതാരങ്ങളുടെയും. അതുപോലെ തന്നെ ഇപ്പോൾ സ്കൊളാരിയും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും 2026 വേൾഡ് കപ്പ് നെയ്മറും മെസ്സിയും റൊണാൾഡോയും ഒക്കെ അവരുടെ അവസാനത്തെ വേൾഡ് കപ്പ് കളിക്കാൻ പോകുകയാണ്. ആരുടെയൊക്കെ കയ്യിലാണ് ആ ഒരു വേൾഡ് കപ്പ് എത്തുക, അല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ടീം ആയിരിക്കുമോ ചാമ്പ്യൻസ് എന്നറിയാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം 2022 വേൾഡ് കപ്പ് ഈ അടുത്താണ് കഴിഞ്ഞത്. നമ്മൾ തന്നെ ആലോചിക്കുകയാണ് എത്ര പെട്ടെന്നാണ് അടുത്ത വേൾഡ് കപ്പ് എത്തിയത് എന്നുള്ളത്. അടുത്ത വർഷം വേൾഡ് കപ്പാണ്, അടുത്ത വേൾഡ് കപ്പ് എത്തി കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് പോയത്. ഏതായാലും ലയണൽ മെസ്സിക്ക് വേൾഡ് കപ്പ് കിട്ടി. ഇനി നെയ്മർ ജൂനിയർ അദ്ദേഹം പറഞ്ഞു തൻ്റെ അവസാന വേൾഡ് കപ്പാണ് ഇത് എന്നറിയാം, അതുകൊണ്ട് എന്നെക്കൊണ്ട് കഴിവതും ഈ ഒരു വേൾഡ് കപ്പിൽ ചെയ്യുമെന്ന് നെയ്മർ ജൂനിയർ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും അവസാന വേൾഡ് കപ്പിന് നല്ലോണം തയ്യാറായി തന്നെയായിരിക്കും വരുന്നത്. ഏതായാലും 2026 വേൾഡ് കപ്പ് നമുക്കൊരു 1.5 എക്സ്പീരിയൻസ് ആകും എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെയൊക്കെ പുറമെ 2-3 ലോകോത്തര താരങ്ങളുടെ വേൾഡ് കപ്പ് മത്സരങ്ങളും നമുക്ക് അവസാനമായിട്ട് 2026 കാണാം. ഏതായാലും ക്രിസ്ത്യാനോയുമായി ബന്ധപ്പെട്ട് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ക്രിസ്ത്യാനോയുടെ സഹതാരങ്ങൾ സംസാരിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ച് പരിശ്രമിക്കണം. ക്രിസ്ത്യാനോയുടെ ഒരു സ്വപ്നമാണ് വേൾഡ് കപ്പ്. അതുപോലെ തന്നെ യൂറോ കപ്പ് ക്രിസ്ത്യാനോ വന്നതിന് ശേഷമാണ് ഞങ്ങൾ നേടിയത്. അതുപോലെ തന്നെ വേൾഡ് കപ്പ് നേടിയിട്ട് അദ്ദേഹം കരിയർ ബെറ്ററായിട്ട് അവസാനിപ്പിക്കുമെന്നാണ് നമ്മളെ ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ പറഞ്ഞത്.